ഓക്കെ, അപ്പോൾ എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വൊക്കാബുലറീസ് ആണ് കേട്ടോ, കുറച്ച് ആക്ഷൻ വേർബ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്കറിയാം കുറച്ച് എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ്, വാക്കുകളുടെ അർത്ഥങ്ങളാണ്. എന്നിട്ട് അതിനുശേഷമാണ് നമുക്ക് ഗ്രാമറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ ബേസിക് ലേണേഴ്സ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ കാണാം കേട്ടോ. ഇത് അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും എല്ലാവർക്കും കാണാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ചാനൽ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ട്രാവലാണ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാത്ര ചെയ്യുക. യാത്ര ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എവിടെയും ട്രാവൽ എന്ന് യൂസ് ചെയ്യാം. TRAVEL, ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ് അർത്ഥമുള്ളത് കേട്ടോ. ഇനി കമ്മ്യൂട്ട് എന്നാണ്, COMMUTE, കമ്മ്യൂട്ട്. കമ്മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ജോലിക്ക് പോകുക, അല്ലെങ്കിൽ സ്കൂളിൽ പോവുക, ഓഫീസിൽ പോവുക, ഇപ്പോൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഷോപ്പിൽ പോവുക, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവുക, നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ വരുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ കേട്ടോ. അതായത് ജോലി സ്ഥലത്ത് പോവുക, വീട്ടിലേക്ക് തിരിച്ചു വരിക, സ്കൂളിൽ പോവുക, വീട്ടിലേക്ക് തിരിച്ചു വരിക, കോളേജിൽ പോവുക, വീട്ടിലേക്ക് തിരിച്ചു വരിക, നഴ്സുമാരൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ പോവുക, വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെയുള്ള ട്രാവലിനെ പറയുന്നതാണ് കമ്മ്യൂട്ട് എന്ന് കേട്ടോ. സോ നോട്ട് ചെയ്യുക, കമ്മ്യൂട്ട്. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് ആണ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി കൊണ്ടുപോകുന്നതിനെയാണ് കേട്ടോ പറയാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഗുഡ്സ്, അതുപോലെ ആളുകളെയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഓർത്താൽ മതി. നമ്മൾ എന്താ ചെയ്യണേ, ആളുകളെ കയറ്റിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പല സാധനങ്ങൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഗുഡ്സ് കൊണ്ടുവരുന്ന ട്രെയിനൊക്കെ എന്താണ്, അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങളിലെ പച്ചക്കറിയും പ്രൊഡക്ട്സും എല്ലാം ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡെലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുകൊടുക്കുക. ഒരു സാധനം ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് ഡെലിവർ എന്ന് പറയാം. അപ്പോൾ അതേ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, ഇതെല്ലാം നമുക്ക് എന്താ ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഡർ എടുക്കുന്ന സാധനം അയാൾ അവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നതിനെ നമുക്ക് ഡെലിവർ എന്ന് പറയാവുന്നതാണ് കേട്ടോ. സോ മറക്കരുതല്ലോ. കാരണം ഞാൻ സൈഡിൽ ഇങ്ങനെ ഓരോരോ ഫോട്ടോസും പിക്ചേഴ്സും കാണിക്കുന്നുണ്ട്, കാരണം കുട്ടികൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി മറക്കരുത്, അതാണ് ഡെലിവർ കേട്ടോ. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡെലിവറാണ് കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുന്നതിന് എന്താ പറയുക, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എല്ലാ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ പറയുമല്ലേ, കുഞ്ഞു കുട്ടികളാണെങ്കിൽ അറിയായിരിക്കും, ഡ്രൈവ് അല്ലേ, DRIVE, ഡ്രൈവ്. വണ്ടി ഓടിക്കുന്നതിനെ നമുക്ക് ഡ്രൈവ് എന്ന് പറയാം. കൂടുതലും കാറ്, ബസ്, ഇതിനൊക്കെ നമുക്ക് ഡ്രൈവ് എന്നാണ് പറയുക. അതല്ലാതെ ഈ മോട്ടോർ സൈക്കിൾ, അതുപോലെ സൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഡ്രൈവ് എന്നല്ല പറയുക, റൈഡ് എന്നാ പറയുക. മോട്ടോർ സൈക്കിൾ, സൈക്കിൾ, സ്കൂട്ടർ, ഇതെല്ലാം നമ്മളെന്താ, റൈഡാണ്. അതല്ല കാറ്, മറ്റേ അങ്ങനെയല്ല ജീപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് പോകുന്നത്, ഡ്രൈവാണ് ചെയ്യുന്നത് കേട്ടോ. സോ അത് നോട്ട് ചെയ്തേക്കുക. ഇനി ആക്സിലറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സ്പീഡ് കൂട്ടുന്നതിനെയാണ് നമ്മൾ ആക്സിലറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് കൂട്ടുക എന്നതിന് ആക്സിലറേറ്റ് എന്ന് പറയാം. ഇത് വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് ആക്സിലറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിലും സ്പീഡ് കൂട്ടുന്നതിനെ നമുക്ക് ആക്സിലറേറ്റ് എന്നുള്ള ഈ ഒരു വാക്ക് വെച്ചിട്ട് പറയാവുന്നതാണ് കേട്ടോ. പിന്നെ BRAKE, BRAKE, സ്പെല്ലിങ് നോട്ട് ചെയ്യട്ടോ. ഈ ബ്രേക്കാണ്. ഈ ബ്രേക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക വാഹനം. അതായത് ഒന്നല്ലെങ്കിൽ എന്താണ്, വണ്ടി അവിടെ നിർത്തുക, അല്ലെങ്കിൽ സ്പീഡ് കുറക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് നമ്മൾ ബ്രേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ബാക്കിലേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് എടുക്കുക. സ്റ്റിയർ, STEER, സ്റ്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് ഡയറക്ഷൻ എങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണോ, കൺട്രോൾ ചെയ്യുക. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും എന്താണ്, ഈ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ സ്റ്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിയർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ പോകുന്നവരൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ അമ്മമാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവും. കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് നമുക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ പറയുന്നതാണ് ഫ്ലൈ. ഓക്കെ, നമ്മളിപ്പോൾ വിമാനത്തിൽ ഇങ്ങനെ പറക്കുകയാണെങ്കിൽ നമുക്കതിനെ ഫ്ലൈ എന്ന് പറയാം. അതുപോലെ തന്നെ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം എടുക്കുന്നതിനെ നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറയാം. വിമാനം ഇറക്കുന്നതിനെ ലാൻഡിങ് എന്ന് പറയാവുന്നതാണ് കേട്ടോ. സോ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം എടുക്കുന്നതും, ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ഇറങ്ങുന്നതുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വെള്ളത്തിൽ കൂടി പോകണമെന്നാണെങ്കിലോ സെയിൽ. SAIL. വെള്ളത്തിൽ കൂടി പോകുന്നതിനെ നമുക്ക് സെയിൽ എന്ന് പറയാം. SAIL. SALE സെയിൽ അല്ല, അതാണ് ഞാൻ വാക്കുകൾ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറയണത്. SAIL സെയിലാണ് കേട്ടോ. SAIL സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏത് നമുക്ക് സെയിൽ എന്ന് പറയാം. ബോട്ടിലായാലും ഷിപ്പിലായാലും ഒക്കെ നമുക്ക് സെയിൽ എന്ന് പറയാം. പിന്നെ ഹോൺ അടിക്കുന്നതിന് എന്താ പറയുക? ഹോൺ അടിക്കുക, നമ്മൾ ഹോൺ അടിക്കില്ലേ, എന്താ പറയുക? ഹോങ്ക് എന്നാണ് പറയുക കേട്ടോ. ഹോങ്ക്. ഹോൺ അടിക്കുന്നതിനെ ഹോങ്ക് എന്ന് പറയാം കേട്ടോ. ഹോങ്കിങ്. ഹീസ് ഹോങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് കേട്ടോ. സോ ഹോങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൺ അടിക്കുന്നതിനെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാക്കുകൾ. ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി പഠിക്കേണ്ടത് പ്രിപ്പോസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്നോണറ്റ്, ഇവിടെയൊക്കെ നമ്മൾ വെഹിക്കിൾസിനെ യൂസ് ചെയ്യും. പക്ഷേ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താ? വാക്കുകളുടെ അർത്ഥങ്ങളാണ്. ഇതറിയാതെ നമുക്ക് എത്ര ഗ്രാമർ പഠിക്കാനും പറ്റില്ല. കാരണം ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കാൻ കുട്ടിക്ക് അറിയില്ല. വെള്ളം എന്ന് പറയാനായിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലേ? അപ്പോൾ വെള്ളം എന്നുള്ളൊരു വാക്കാണ് കുട്ടി ആദ്യം പഠിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കാനായിട്ട് കുട്ടി ആദ്യം പഠിക്കില്ല. ആദ്യം വെള്ളം, അമ്മ, അച്ഛൻ അല്ലേ, പിന്നെന്താണ്, കരച്ചിലിലൂടെ വേദന കാണിക്കുന്നു, ഫുഡ് അല്ലേ, ഇങ്ങനെ ഓരോ വാക്കുകൾ മാത്രമാണ് കുട്ടികൾ പഠിക്കുന്നത് ആദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? വാക്കുകളുടെ അർത്ഥങ്ങളാണ്. എല്ലാം ചാടിക്കയറി പെട്ടെന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സാവധാനം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഞാനെപ്പോഴും ചെറിയ കാര്യം എന്ന് പറയുമെങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഏതൊരു സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ളൊരു വേ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് പതിയെ ആണെങ്കിലും നിങ്ങളത് കരസ്ഥമാക്കുക, അക്വയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.